നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ബ്രസീലും തമ്മിൽ ഒക്ടോബർ 3 കൊൽക്കത്തയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നു. ഇന്നലെ കാര്യം ഒഫീഷ്യലായി. ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ വലിയ ആവേശത്തിലാണ്. പക്ഷെ അപ്പോഴുള്ള ചോദ്യം, ബ്രസീൽ ഫസ്റ്റ് ടീമിനെ ഇറക്കുമോ, അതല്ല ഇന്ത്യക്കെതിരെ ദുർബലമായിട്ടുള്ളൊരു ടീമിനെയും കൊണ്ടായിരിക്കുമോ ബ്രസീൽ ഇറങ്ങുക? കാരണം വലിയ രൂപത്തിലുള്ള അന്തരം ഫിഫ റാങ്കിങ്ങിൽ ഈ രണ്ട് ടീമുകൾ തമ്മിലുണ്ട്. ബ്രസീൽ ടോപ്പ് 5 നിൽക്കുന്ന ടീമാണ്. ഫിഫ റാങ്കിങ്ങിൽ നിലവിൽ അവർ 5-ാം സ്ഥാനത്താണ്. ഇന്ത്യ 138-ാം സ്ഥാനത്താണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു വലിയ റാങ്കിങ് മിസ്മാച്ച് ഉണ്ട്. ബ്രസീൽ അവരുടെ താരതമ്യേന ചെറിയ ടീമിനയക്കുമോ എന്നുള്ളൊരു സംശയം ആരാധകർക്കുണ്ടാവാം. ഈ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ മാർക്കസ് മെർഹുലാവോ നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ബ്രസീൽ എ ടീമിനെ തന്നെ ഫീൽഡ് ചെയ്യും. അതായത് ബ്രസീൽ അവരുടെ ഫുൾ ടീമിനെ തന്നെ ഫീൽഡ് ചെയ്യും. അതാണ് എഗ്രിമെൻറ്റിലുള്ളത്. ഇപ്പം ഈ ഇന്ത്യക്കെതിരെ ഒക്ടോബർ 3 നടക്കുന്ന മത്സരത്തിന് പുറമെ ആ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 2 മത്സരങ്ങൾ ബ്രസീൽ ഓസ്ട്രേലിയക്കെതിരെ കളിക്കുന്നുണ്ട്. ആ കളിക്ക് ശേഷമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിന് ഏത് ടീമിനെയാണോ ഇറക്കുക, സെയിം ടീമും കൊണ്ടാണ് ബ്രസീൽ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ആ സംശയത്തിന് അടിസ്ഥാനമില്ല. ബ്രസീൽ അവരുടെ ഫസ്റ്റ് ടീമും കൊണ്ട് തന്നെയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ AIFF-ഉം CBF-ഉം തമ്മിലുള്ള എഗ്രിമെൻറ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ബെസ്റ്റ് 11 ഗ്രൂപ്പാണ്. CBF-ഉം AIFF-ഉം ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് സൈൻ ചെയ്തത് ബെസ്റ്റ് 11 ഗ്രൂപ്പ് വഴിയാണ്. ബ്രസീലിന് ഈ ഒരു കളിക്ക് വേണ്ടി നൽകപ്പെടേണ്ട തുക 60 മുതൽ 70 കോടി വരെയാണ്. 60 to 70 ക്രോറാണ് എന്നുകൂടി ഇപ്പോൾ മാർക്കസ് മെർഹുലാവോ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് പറയുന്നുണ്ട്. ഏതായാലും 2026 വേൾഡ് കപ്പിൽ ബ്രസീൽ അത്ര മികച്ചൊരു പ്രകടനമല്ല നടത്തിയത്. ഇനിയിപ്പോൾ 2030 വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരുക്കങ്ങൾ, 2028 കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ ടൂറ് എന്ന് വളരെ കൃത്യമായിട്ട് കാർലോ ആഞ്ചലോട്ടി ഇന്നലെ പറയുകയുണ്ടായി. ഏതായാലും ഇന്ത്യയിലേക്ക് ബ്രസീൽ വരുന്നു. ടോപ്പ് 5 റാങ്കിങ്ങിൽ നിലവിൽ ടോപ്പ് 5-ലുള്ളൊരു ടീമിനെതിരെ ഇന്ത്യ ഇതുവരെ ഏറ്റുമുട്ടിയിട്ടില്ല. നേരത്തെ ഇന്ത്യ വമ്പന്മാരോട് കളിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. അത് ഫ്രാൻസിനെതിരെ ഇന്ത്യ കളിച്ചിട്ടുണ്ട്. അത് 1948 ഒളിമ്പിക്സിലാണ്. 1952 ഒളിമ്പിക്സിൽ യുഗോസ്ലാവിയക്കെതിരെ കളിച്ചിട്ടുണ്ട്. 1984 ഇന്ത്യ അർജന്റീനയ്ക്കെതിരെ നെഹ്റു കപ്പിൽ കളിച്ചിട്ടുണ്ട്. അങ്ങനെ വമ്പന്മാരോട് ഇതിനു മുമ്പും ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പതിറ്റാണ്ടുകൾ മുമ്പാണ്. ഇപ്പോഴിതാ ഇന്ത്യ ടോപ്പ് 5 നിൽക്കുന്ന, ഫിഫ റാങ്കിൽ ടോപ്പ് 5 നിൽക്കുന്ന ബ്രസീലിനെതിരെ കളിക്കാൻ പോകുന്നു. ബ്രസീൽ അവരുടെ ഫസ്റ്റ് ടീമിനെ തന്നെ ഇറക്കുകയും ചെയ്യും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.